نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق സ്നേഹം നിറഞ്ഞ ബഹുമാനമുള്ള നിങ്ങളെ സ്തുവിശ്വാസികളെ സ്തുവിശ്വാസിനികളെ റബ്ബുൽ ആലമീനായ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും എല്ലാ നിയമനിർദ്ദേശങ്ങളും പരമാവധി ജീവിതത്തിൽ പാലിച്ച് മാനിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നമ്മെ ഓരോരുത്തരെയും കാര്യം പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ലക്ഷോപലക്ഷം വിശ്വാസികൾ പരിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജിനു വേണ്ടി എത്തിച്ചേരുകയും വിശ്വാസികളെല്ലാവരും മിനയിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന സന്ദർഭമാണിത്. നമുക്കറിയാവുന്നതുപോലെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷമായ നിർബന്ധമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ ഹജ്ജിന് മുകളിൽ വരുന്ന 4 നിർബന്ധ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെ നിന്നും അയാൾക്ക് അത് നിർവഹിക്കാൻ പറ്റും. ഷഹാദത്ത് കലിമ ഇതിലൊന്നാമത്തതാണ്. അതെവിടെ വെച്ചും അയാൾക്ക് നിർവഹിക്കാൻ പറ്റും, ഏത് മാസത്തിലും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിസ്കാരം, ഇത് ലോകത്തെവിടെയും നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. സക്കാത്തും അങ്ങനെ തന്നെയാണ്, എവിടെ വെച്ചും നിർവഹിക്കാം. നോമ്പും ദുനിയാവിൽ എവിടെ വെച്ചും നിർവഹിക്കാം. പക്ഷേ ഹജ്ജ് അത് അല്ലാഹു തആല കണക്കാക്കിയിട്ടുള്ള പ്രത്യേകമായ ദിവസത്തിൽ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഗേഹത്തിങ്കലേക്ക് ലോകത്ത് എത്ര വലിയ ഗമയുള്ളവനാണെങ്കിലും ഗർവുള്ളവനാണെങ്കിലും തിരക്കുള്ളവനാണ് എങ്കിലും അള്ളാഹുവിൻ്റെ തിരുഗേഹത്തിലേക്ക് അവൻ എത്തിക്കൊള്ളണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നിയമം. അതുകൊണ്ട് തന്നെ
ലക്ഷക്കണക്കിന് വിശ്വാസികൾ എന്നും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹറമിൽ ചെന്നുകൊണ്ട് ഒരു ഹജ്ജ് നിർവഹിക്കുവാൻ അവസരമുണ്ടാകണേ എന്നുള്ളതാണ്. വിശ്വാസികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന്, സ്വന്തം സമ്പത്ത് അതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ആരോഗ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ഹജ്ജിനു വേണ്ടി യാത്ര പോയ ആളുകൾ. നമ്മൾ ഹജ്ജിന് യാത്ര പോകാത്തവരോ അല്ലെങ്കിൽ മുമ്പ് ഹജ്ജ് ചെയ്തവരോ ആയിരിക്കാം. ഒന്നുകിൽ നമ്മൾ ഹജ്ജിലേക്ക് പോകുന്നവർ, അല്ലെങ്കിൽ നേരത്തെ ഹജ്ജ് നിർവഹിച്ചവർ. ഇത് രണ്ടുമല്ലെങ്കിൽ ഒരു ഹജ്ജിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും അതിന് ശരിയായ ഉറച്ച ഒരു നിയ്യത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നവരാകണം എന്നുള്ളതാണ്. എന്നത് പറയാൻ കാരണം, പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്, ആസ്തിയുണ്ട്. പലയിടങ്ങളിലും അയാൾ ദിനേന, ആഴ്ചയിലും മാസത്തിലൊക്കെ അന്താരാഷ്ട്ര യാത്രകൾ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്നു. ഈ അടുത്ത് ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അയാളെ 2 ആഴ്ചയോളം പള്ളിയിൽ കണ്ടില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഞാൻ കമ്പനിയിൽ നിന്ന് ഒരു അവധി കിട്ടിയപ്പോൾ കുടുംബവുമായിട്ട് ഞാനൊരു ടൂറ് പോയത് എവിടെയാണ്, മലേഷ്യയിൽ പോയതാണ്. തൻ്റെ കുടുംബവുമായി മലേഷ്യയിൽ ഒന്ന് പോയി വരണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവ് വരും? എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഉംറ പോലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. അഥവാ യാത്രകൾക്ക് മുമ്പ് ഏറ്റവും ആദ്യമായി സമ്പത്തും ആരോഗ്യവുമുള്ള ഒരാൾ അതയാൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി നീട്ടിവെക്കുന്നതും കാത്തുവെക്കുന്നതും തന്നെ വലിയ വലിയ തെറ്റായിക്കൊണ്ടാണ് അല്ലാഹു തആല പരിഗണിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. ഹജ്ജ് എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരികമായ ജീവിതത്തിന്റെ നിർണായകമായ ഒരു അനുഷ്ഠാനമാണ്. നമുക്കറിയാം, ഇന്ന് ഏതൊരു കാര്യത്തിനും യുക്തി പരിശോധിക്കുന്ന ഒരു സമീപനമാണ് എല്ലാത്തിലും കാണാൻ കഴിയുക. ഇന്നലെ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഉസ്താദേ, നമ്മൾ ശരിക്കും അറഫ നോമ്പ് എടുക്കേണ്ടത്, നമ്മുടെയൊക്കെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അറഫ നോമ്പ് എടുക്കേണ്ടത് നമ്മൾ മക്കയില് അറഫന്റെ ദിവസമല്ലേ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എന്നുള്ളത്. എന്തിലും ഏതിലും ഇങ്ങനെ യുക്തി കൊണ്ട് മാത്രം വിശകലനം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ നമ്മുടെ യുക്തി വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പലതും തോന്നും. പക്ഷേ ഇസ്ലാം എന്നുള്ളത് നമ്മുടെ യുക്തിക്ക് അനുസൃതമാണ് മുഴുവനും എന്ന് നമ്മൾ ആരും ധരിച്ചു പോകരുത്. യുക്തിക്കനുസരിച്ചാണ് അല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാമിനെ ചിട്ടപ്പെടുത്തിയിരുന്നത് എങ്കിൽ, അങ്ങനെയായിരുന്നുവെങ്കിൽ സുബഹി നിസ്കാരം അത് 4 റക്അത്തും, ഏറ്റവും പീക്കായിട്ടുള്ള ഏറ്റവും തിരക്ക് പിടിച്ച സമയത്തുള്ള ളുഹർ നിസ്കാരം 2 റക്അത്തും ആകേണ്ടിയിരുന്നു. അത് അല്ലാഹ് കണക്കാക്കിയതാണ്. എന്തിനാണ് നമ്മൾ നിസ്കരിക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് കൈകൾ ഉയർത്തുന്നത്? എന്തിനാണ് കുനിഞ്ഞു നിൽക്കുന്നത്? എന്തിനാണ് 8 അവയവങ്ങൾ നിലത്ത് പതിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമേ ഇല്ല. അതിന്റെ ഒരേ ഒരു ഉത്തരം, അതിന്റെ ലോജിക് എന്ന് പറയുന്നത്, അത് അല്ലാഹു തആല കൽപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു. അതന്നെ അതിന്റെ ലോജിക്. ഇങ്ങനെ ലോജിക് അന്വേഷിക്കുന്ന ബുദ്ധിരാക്ഷസന്മാരായ സകല മനുഷ്യരും ഹജ്ജിനെത്തുമ്പോൾ ഒരു ലോജിക്കിനോടും യോജിക്കാത്ത അനുഷ്ഠാനങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്കൊരു എത്തും പിടിയും തരാത്ത അനുഷ്ഠാന മുറകളാണ്. അതുവരെ നമ്മൾക്കുണ്ടായിരുന്ന സകല അഡ്രസ്സും ഇഹ്റാം എന്ന ഒരു പ്രക്രിയയോടുകൂടി ഇല്ലാതാവുകയാണ്. അതുവരെ എത്തുന്ന ലോകത്തെ രാജാവാണ്, MP ആണ്, അതുപോലെ തന്നെ ജനപ്രതിനിധിയാണ്, വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെയൊക്കെ ഉത്തരവാദിത്തമുള്ള അതിന് മാനേജറാണ്, MD ആണ്, എന്തൊക്കെ തസ്തികയിലുള്ള ആളാണെങ്കിലും മീക്കാത്തിൽ ആ ഉടയാടകളും ജാടകളും ഒക്കെ മീക്കാത്തിൽ അയാൾ അവിടെ അങ്ങോട്ട് അഴിച്ചു വെക്കണം. അവിടുന്ന് അങ്ങോട്ട് ജാടയില്ല. ഒരൊറ്റ വിളിപ്പേരാണ്, ഒരേ ഒരു അഡ്രസ്, അത് ഹാജി എന്നുള്ളതാണ്. ഇബാദത്ത എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ അടക്കം ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള, ഏറ്റവും മാന്യന്മാരായിട്ടുള്ള, അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തത്തിനും അർഹരായിട്ടുള്ള അമ്പിയാക്കളെ പോലും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കുന്നത് ഇബാദത്ത എന്നാണ്.
അള്ളാഹുവിന്റെ വിനീതരായ അടിയാറുകൾ എന്നാണ്. സകല ഹാജിമാർക്കും ഈ ഒരു അഡ്രസ്സോട് കൂടിയാണ് അവരവിടെ എത്തുന്നത്. ഇഹ്റാം എന്ന് പറയുമ്പോൾ ഹജ്ജിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ആരംഭമാണ് ഇഹ്റാം. മറ്റേതൊരു ഇബാദത്തിനും അല്ലാഹു തആല നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ വേണ്ടി പറയുന്നില്ല. നിസ്കാരത്തിനാകട്ടെ, നോമ്പിനാകട്ടെ, മറ്റൊന്നിനും, ഹജ്ജിനും ഉംറക്കും. പക്ഷേ അത്രമേൽ വൈകാരികമായ അടിസ്ഥാനം അതിനുണ്ടാകണം. മാനസികമായും ശാരീരികമായും ഹജ്ജിന്റെ കർമ്മങ്ങളോടൊപ്പം ഒരാളുടെ മനസ്സും ശരീരവും ഒരുപോലെ സാന്നിധ്യമുണ്ടായാലേ ഹജ്ജും ഉംറയും പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാവ് കൊണ്ട് നിയ്യത്ത് ഉച്ചരിപ്പിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് നാവ് കൊണ്ട് പറയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഉടയാടകളായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. എല്ലാം അഴിച്ചു വെച്ച് 2 വെള്ള തുണിയിൽ മയ്യിത്തിനെ പൊതിഞ്ഞ, കഫൻ പുടവയിൽ പൊതിഞ്ഞ മയ്യിത്ത് പോലെയാണ് ഒരു ഹാജി മീഖാത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഗേഹത്തിലേക്ക് പോകുന്നത്. അത് ഈ ദുനിയാവിലെ തിരക്ക് പിടിച്ച നമ്മളുടെ മേൽവിലാസം കൊണ്ട്, നമ്മുടെ മിടുക്ക് കൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ നമ്മുടെ അഡ്രസ്സുകളുണ്ട്, നമ്മുടെ മേൽവിലാസങ്ങളുണ്ട്, നമ്മളെ ബ്രാൻഡ് നെയിമുകളുണ്ട്. ഇതൊക്കെ അവിടെ അഴിച്ചു വെക്കണം. അള്ളാഹുവിലേക്കാണ്, ലോകത്തിന്റെ രാജാതിരാജനായ അള്ളാഹുവിന്റെ ദർബാറിലേക്കാണ് ഒരാൾ കടന്നു പോകുന്നത്. അവിടെ ജാടക്ക് പ്രസക്തിയില്ല. അഥവാ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പരലോകത്തേക്ക് അന്ത്യയാത്ര നടത്തുന്ന ഒരു മയ്യിത്തിന്റെ കണക്കെയാണ് ഒരാൾ മീഖാത്തിൽ നിന്ന് പരിശുദ്ധ ഹറമിലേക്ക് കടന്നു ചെല്ലുന്നത്. ഇഹലോകത്തിന്റെ നശ്വരതയെയും മരണത്തെയും മരണാനന്തര ജീവിതത്തെയും പച്ചയായി നമ്മളെ അനുസ്മരിപ്പിക്കുന്ന, ഓർമ്മപ്പെടുത്തുന്ന പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. അത് അള്ളാഹു വിളിച്ചാൽ ആ വിളിക്കുത്തരം നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന വലിയ സന്ദേശമാണ് ഓരോ വിശ്വാസിയും അവിടെ കൈമാറുന്നത്. ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ഒരു വിളംബരം, അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ചത്. ഓ ഇബ്രാഹിമേ, ഹജ്ജിനു വേണ്ടി താങ്കൾ വിളംബരം ചെയ്തുകൊള്ളുക. ലോകത്തിന്റെ സകല ഭാഗങ്ങളിൽ നിന്നും, എല്ലാ മലമ്പാതകളെയും ചുരമ്പാതകളെയും കാടും മേടും മലകളും നടന്നുകൊണ്ടാണെങ്കിലും ഒട്ടകപ്പുറത്താണ് എങ്കിലും എവിധേനയും അവർ നിന്റെ വിളംബരത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഈ പുണ്യഭൂമിയിൽ എത്തിയിരിക്കുമെന്ന് ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിളംബരത്തിന് ഉത്തരം നൽകി. പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിക്കുന്നത്. ആ ക്ഷണത്തിന് ഉത്തരം നൽകിക്കൊണ്ടിതാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, റബ്ബേ നിനക്കിതാ ഞങ്ങൾ ഉത്തരം നൽകി, നിന്റെ ആഹ്വാനത്തിന് ഉത്തരം നൽകി ഞാനിതാ വിനീതദാസനായി നിന്റെ ഗേഹത്തിന്റെ തിരുമുറ്റത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഏത് സന്ദർഭത്തിലും ഈ ദുനിയാവിൽ നിന്നും കഫൻ പുടവയിൽ പൊതിഞ്ഞ് പരലോകത്തേക്ക് പോകാൻ തയ്യാറാണ് ഞാൻ എന്ന സന്ദേശം കൂടി അതിനകത്തുണ്ട്. അങ്ങനെ ഹറമിലെത്തുന്ന ഒരു സത്യവിശ്വാസി ആദ്യമായി കഅബയെ കാണുമ്പോൾ അയാളിനുണ്ടാകുന്ന വികാര വായ്പകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് കഅബയെ കണ്ടവർക്കും ഹറമിൽ പോയവർക്കും മാത്രം അനുഭവവേദ്യമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വട്ടം കഅബയിൽ പോയ ആൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും. പോകാത്തവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വൈകാരികമായ തീവ്രതയെയും അതിന്റെ വൈകാരികമായ തീക്ഷ്ണ ഫലങ്ങളെയും സംബന്ധിച്ച് അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ഒരു തവണ നിങ്ങൾ ഹറമിൽ പോയി നോക്കൂ. ഓരോ ഹജ്ജിന്റെയും ചിത്രങ്ങൾ, ഓരോ ഹറമിലെയും ചിത്രങ്ങൾ നിങ്ങൾ അങ്ങേയറ്റം വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. കഅബ എന്ന് പറയുന്നത് കേവലം ഒരു കറുത്ത മൂടുപടം കൊണ്ട് മൂടിയ ഒരു ആകൃതി മാത്രമല്ല. അത് വിശ്വാസികളുടെ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ ഒരു മഹാശ്ലകമാണ്.
മഹാസ്മാരകമാണ്. ആ കഅബയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു മൂലയുണ്ട്. ലോകത്തിന്റെ ലക്ഷോപലക്ഷ മനുഷ്യർ, സകല മനുഷ്യരും ആ ഒരു ഹജറുൽ അസ്വദ് എന്ന ഒരു കരിങ്കല്ലിന്റെ മൂലയിൽ, അതിന്റെ ബിന്ദുവിലേക്ക് എല്ലാവരും എത്തിച്ചേരുകയാണ്. സകല മനുഷ്യരെയും ഒരൊറ്റ രേഖയിൽ, ഒരൊറ്റ ബിന്ദുവിൽ ഏകോപിപ്പിച്ച് ഒന്നിപ്പിച്ച് നിർത്താൻ ഹജറുൽ അസ്വദ് എന്ന കല്ലിന് മാസ്മരികമായ ഒരു ശക്തി പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട്. സകല ഹാജിമാരും ആ ബിന്ദുവിൽ നിന്ന് തന്നെ പ്രയാണം തുടങ്ങണം. ഹജ്ജിന്റെ പ്രയാണം 7 തവാഫാണ്. 7 തവാഫ് എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുന്നത് ഒരു കേവല സംഖ്യ മാത്രമല്ല. ഖുർആനിലും ഹദീസിലും വിവരിച്ച പല സംഗതികളെയും 7ന്റെ എണ്ണം ഒന്ന് പരിശോധിച്ചു നോക്കൂ. തവാഫിന്റെ എണ്ണം 7ആണ്, സഈന്റെ എണ്ണം 7ആണ്, ജംറയിലെ കല്ലുകൾ എറിയുന്നതിന്റെ എണ്ണം 7ആണ്, ആകാശങ്ങൾ 7ആണ്, ഭൂഖണ്ഡങ്ങൾ 7ആണ്, ആഴ്ചയിലെ ദിവസങ്ങൾ 7ആണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നായപാത്രത്തിൽ തലയിട്ടാൽ 7 തവണയാണ് കഴുകാൻ വേണ്ടി പറഞ്ഞത്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിലെ തക്ബീർ, ആദ്യ റക്അത്തിലെ തക്ബീർ എണ്ണം 7ആണ്. നാളെ പരലോകത്ത് അർശിന്റെ തണൽ 7 വിഭാഗം ആളുകൾക്കാണ് ലഭിക്കുന്നത്. ഇങ്ങനെ 7 ഒരുപാട് സവിശേഷതകൾ ഖുർആനിലും ഹദീസിലും ഇതിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 7 എന്നുള്ളത് ഒരു കേവല സംഖ്യയല്ല. ഒരു വിശ്വാസി ഓരോ എണ്ണം ബലം വെക്കുമ്പോഴും അയാളുടെ മനസ്സിൽ ഇത് അത്ഭുതകരമായ അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിപ്പായിട്ട് തന്നെ അയാൾ അതിനെ മനസ്സിലാക്കുന്നു. കഅബയെ ഇടതുവശത്താക്കിയിട്ടാണ് അയാൾ കഅബയെ ചുറ്റുന്നത് ഒരു ഹാജി. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. ലോകത്തെ സകല ഗോളങ്ങളും, ഭൂമിയടക്കമുള്ള സകല ഗോളങ്ങളും ഭ്രമണം ചെയ്യുന്നത് ഇടത്തോട്ടാണ്. ആ ഭ്രമണത്തിലും ഈ കഅബയെ ചുറ്റുന്നതിലും പ്രയാണം ചെയ്യുന്നതിലുമൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളും സാമ്യതകളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഹജറുൽ അസ്വദിലേക്ക് ഓരോ വിശ്വാസി കേന്ദ്രീകരിക്കപ്പെടും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജറുൽ അസ്വദിനെ ചുംബിക്കുക. സഈ നടത്തുന്ന സമയത്ത് ഒരു പച്ച ട്യൂബ് ഉണ്ടാകും. ഒരു പ്രത്യേക സ്ഥലം, അടയാളപ്പെടുത്തപ്പെട്ട സ്ഥലത്തെത്തി കഴിഞ്ഞാൽ അവിടെ ആണുങ്ങള് പ്രത്യേകമായൊരു നടക്കുകയല്ല, ഓടുമല്ല, ധൃതി പിടിച്ചിട്ടുള്ള ഒരു പ്രയാണം. എന്തിനാണ് ഞാൻ നേരത്തെ ചോദിച്ച അവിടെ ഒന്നും യുക്തിക്ക് യാതൊരു സ്ഥാനമില്ല. അതാണ് ഹജ്ജില് വലിയ ബുദ്ധിജീവിയായിട്ട് അങ്ങോട്ട് കടന്നു പോകേണ്ടതില്ല. അവിടെ വിനീതനാണ്. അള്ളാഹു കൽപ്പിച്ചാൽ ഞാൻ എന്തിനും തയ്യാറാണ് എന്ന സന്ദേശമാണ് അയാൾ ഹജ്ജിലെ ഓരോ അനുഷ്ഠാന മുറകളിലൂടെയും കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് അത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഖൽബിൽ ഹജറുൽ അസ്വദിനോട് യാതൊരു തരത്തിലുള്ള ആരാധനയുമില്ല, എന്നാൽ ആദരവുണ്ട്. ഒരിക്കലും ആരാധനയിലേക്ക് അതിര് കവിഞ്ഞു പോകാത്ത ആദരവാണത്. അങ്ങനെയുള്ള ആദരവാണ് ആദരവുകൾക്കും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ബർക്കത്തുകൾക്കുമൊക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ദീനിൽ പരിധി വെച്ചിട്ടുണ്ട്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും എനിക്കറിയാം, ഇന്നി അഅലമു അന്നക ഹജർ, എനിക്കറിയാം ഹജറുൽ അസ്വദേ നീ വെറും ഒരു കല്ലാണ് എന്ന്. ലാ തദുർ വലാ തൻഫഅ, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ കേവലം ഒരു കല്ലായി നിനക്ക് സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ലോജിക്ക് വലൗലാ അന്നി റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖ്ബിലുക, എന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബിൽതുക, ഞാനും നിന്നെ ചുംബിക്കില്ലായിരുന്നു എന്നാണ്. ഹജറുൽ അസ്വദിനെ ഒരാൾ ആദരിക്കുന്നത് അല്ലാഹു ആദരിച്ചതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ആദരിച്ച ചില വസ്തുക്കളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്, ചില ഇടങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്. ദാലിക ഹുറുമാത്തില്ലാഹി എന്നാണ്. ഫമൻ യുഅദ്ദിം ഹുറുമാത്തില്ലാഹി ദാലിക മിൻ തഖ്വൽ ഖുലൂബ് എന്ന വിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാഹുവിന്റെ ഹുറുമാത്തുകൾ എന്നാണ്, അല്ലാഹുവിന്റെ അടയാളങ്ങൾ. അല്ലാഹുവിന്റെ അടയാളങ്ങൾ
ആ അടയാളങ്ങളെ ആരെങ്കിലും ആദരിച്ചാൽ അത് അയാൾക്ക് അള്ളാഹുവോടുള്ള ഭയഭക്തിയുടെ അടയാളമായിട്ട് അള്ളാഹു പരിഗണിക്കും എന്നുള്ളതാണ്. അപ്രകാരം പള്ളികൾ അള്ളാന്റെ ഹുർമാത്തുകളാ. പള്ളിയെ ആദരിച്ചാൽ അത് അള്ളാഹിനെ ആദരിക്കുന്നത് തുല്യമാണ്. കഅബയും പരിശുദ്ധ ഹറമും മിനയും മുസ്ദലിഫയും അറഫയും അടങ്ങുന്ന പുണ്യസ്ഥലങ്ങൾ ഇതൊക്കെ ആദരിക്കപ്പെടേണ്ട ഫളായിലുകളുള്ള ബർക്കത്തുകളുള്ള സ്ഥലമായി അള്ളാഹു നിശ്ചയിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്രകാരം 7 തവാഫ് കഴിഞ്ഞ് സഅയിലേക്കാണ് പിന്നെ അയാൾ കടക്കുന്നത്. എന്താണ് സഅയി? സഅ എന്ന് പറഞ്ഞാൽ തന്നെ പരിശ്രമിക്കുക എന്നാണ്. പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം സഅയി എന്ന് പറയുന്ന ആ ഒരു ഇബാദത്ത് അനുഷ്ഠാനത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് മഹദി ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കൈക്കുഞ്ഞിനെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരു പ്രവാചകന്റെ ഭാര്യയെ തൗഹീദിനു വേണ്ടിയുള്ള ത്യാഗോജ്ജലമായ ജീവിതത്തിന് താങ്ങായി നിന്ന കരുത്തുറ്റ ഒരു പ്രതീകമായിട്ട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ഹാജറ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വേണ്ടി അവർ നടത്തിയ മഹാത്യാഗത്തിന്റെ ഒരു അനുസ്മരണമാണ് സഅയി എന്ന് പറയുന്നത്. ഒരു സാധാരണ ഉമ്മയുടെ സ്വാഭാവികമായി തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിജനമായ മരുഭൂമിയിലൂടെയുള്ള നെട്ടോട്ടത്തെ, പടച്ച തമ്പുരാനു വേണ്ടിയുള്ള ആ ഓട്ടത്തെ ലോകത്ത് പിന്നീട് കടന്നു വന്ന സകല മനുഷ്യരും നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ഒരു ലാലായിക ചലനമാക്കി പടച്ച തമ്പുരാൻ അതിനെ മാറ്റി എന്നുള്ളതാണ്. അള്ളാന്റെ ദീനിനു വേണ്ടി കഠിനമായ ത്യാഗങ്ങൾ ചെയ്യുന്നവരെ പടച്ച തമ്പുരാൻ ഈ നിലയിൽ അവരുടെ പരിശ്രമങ്ങളെ നന്ദിപൂർവ്വം സ്വീകരിക്കുമെന്നാണ്. പരിശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രവാചകന്റെ ഭാര്യയാണ്, അള്ള നോക്കിക്കൊള്ളുമെന്ന് വിചാരിച്ചുകൊണ്ട് കൈക്കുഞ്ഞിനെയും മടിയിലിരുത്തിക്കൊണ്ട് താരാട്ടുപാടി അവിടെ ഇരിക്കല്ല ഹാജറ ബീവി ചെയ്തത്, പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതാണ് പരലോകത്തിനു വേണ്ടി ഒരു വിശ്വാസം ഏതൊരു മനുഷ്യരിൽ നിന്നും ഉണ്ടാകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ, പരലോകത്തെ ആരെങ്കിലും ഉന്നം വെക്കുകയും എന്നിട്ട് പരലോകത്തെ രക്ഷയ്ക്കു വേണ്ടി ഒരാൾ പരിശ്രമം നടത്തുകയും ചെയ്താൽ അങ്ങനെയുള്ളവരുടെ സഅയിനെ, പരിശ്രമത്തെ നാം നന്ദിപൂർവ്വം കൃതജ്ഞതാപൂർവ്വം നാം അത് സ്വീകരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്രകാരം ഹാജറ ബീവി നടത്തിയ ചലനത്തെ ലോകത്തെ സകല മനുഷ്യരും ആ സഫക്കും മർവക്കും ഇടയിൽ അവൻ നടന്നേ തീരൂ. അപ്പോഴേ ഹജ്ജ് പൂർണ്ണമാകൂ, അപ്പോഴേ ഉംറ പൂർണ്ണമാകുകയുള്ളൂ. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, തീർച്ചയായും സഫയും മർവയും അള്ളാഹുവിന്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹുർമാത്തുകളിൽപ്പെട്ടതാണ്, ശആയിറുകളിൽപ്പെട്ടതാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഈ ഹജ്ജിലൂടെ, ഈ അനുഷ്ഠാനത്തിലൂടെ വലിയൊരു തത്വം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തിലും പടച്ച തമ്പുരാനിൽ നിന്ന് എന്ത് ലഭ്യമാകാനും, ഈ ദുനിയാവിൽ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, പരലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അതൊക്കെ കിട്ടണമെങ്കിൽ അതിന് സഅയ് വേണം. ആഗ്രഹവും മോഹവും സ്വപ്നവും മാത്രം പോരാ, പരിശ്രമം കൂടി ഉണ്ടാകണം എന്നുള്ള വലിയ തത്വം ഹാജിയെ കൊണ്ട് ചെയ്തു പഠിപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ ചെയ്യുന്നത്. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും ഇങ്ങനെ നമ്മളെ കൊണ്ട് നിർവഹിപ്പിക്കുകയാണ്. ദുൽഹജ്ജ് 8-ന് മിനയിലെത്തുകയാണ്. മിനയിൽ എത്തിപ്പെടാനുള്ള പ്രയാസം എന്താണ് എന്നുള്ളത് ഹജ്ജിന് ഉപയോഗിക്കാറില്ല. എത്ര മെട്രോപൊളിറ്റൻ സൗകര്യങ്ങൾ, അത്യന്താധുനിക സൗകര്യങ്ങൾ വന്നാലും ഇപ്പോഴും ഹജ്ജ് എന്ന ആ പുണ്യകർമ്മം നിർവഹിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ത്യാഗമുണ്ട്, ഒരു പ്രയാസമുണ്ട്. അത് ഇപ്പോഴും ഹജ്ജിൽ നിന്ന് അതിന്റെ ആന്തരികമായ ആ ചോദന അത് ചോർന്നു പോയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മിനയിലെത്തി അവിടെ ഒന്ന് രാത്രി കഴിച്ചു കൂട്ടുമ്പോഴേക്കും അതാ പിറ്റേ ദിവസം നേരം പുലരി സുബഹിസ്കരിച്ചു കഴിഞ്ഞാൽ 6-7 കിലോമീറ്റർ അകലെയുള്ള അറഫയിലേക്ക് പോകണം. അറഫയിൽ എത്തുന്നത് നമുക്കറിയാം, അറഫയാൻ ഹജ്ജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
അറഫയാണ് ഹജ്ജ്. ഈ ഹദീസിന്റെ പിടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കിടയിലുള്ള ചില സഹോദരങ്ങൾ ഹാജിമാർക്കുള്ള ഐക്യദാർഢ്യമാണ് അറഫ നോമ്പ്. അപ്പൊ മക്കയിൽ അറഫ എപ്പോഴാണോ അപ്പൊ തന്നെ നോമ്പെടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഐക്യദാർഢ്യവുമായി അതിനെ കൂട്ടി ബന്ധിച്ചുകൊണ്ടൊക്കെ അറഫ മക്കയിലെ അറഫക്ക് അനുസരിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ അറഫ നോമ്പെടുക്കുന്നത്. സത്യത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ എളിമയോടുകൂടി സൂചിപ്പിക്കട്ടെ, നമുക്ക് നമ്മുടെ മകന്റെ വിവാഹം അതൊരാഘോഷമാണ്. അതെന്ന് നടത്തുന്നത് നമുക്ക് തീരുമാനിക്കാം. അത് അള്ളാഹു തീരുമാനത്തിൽ അള്ള ഇടപെടുന്നില്ല. അത് നമുക്ക് തീരുമാനിക്കാം. ഞായറാഴ്ച നടത്താൻ നമുക്ക് ഞായറാഴ്ച നടത്താം. അതിന്റെ തലേ ദിവസം നമുക്ക് വേണമെങ്കിൽ എല്ലാവരും വിളിച്ചിട്ട് പറയാം കല്യാണം മാറ്റി വെച്ചു, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുടിയിരിക്കൽ, നമ്മുടെ ഹൗസ് വാമിങ് അത് നമുക്ക് ഇഷ്ടമുള്ള ദിവസത്തിൽ നടത്താം. അത് നമുക്ക് മാറ്റി വെക്കുകയും ചെയ്യാം. പക്ഷേ പെരുന്നാൾ അള്ളാന്റെ ആഘോഷ. അതുപോലെ തന്നെ സകല അനുഷ്ഠാനങ്ങളും ഇബാദത്തുകൾ അത് അള്ളാന്റെതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റില്ല. സൂമൂ ലിറുഇയക്കും, നിങ്ങൾ നോമ്പെടുക്കേണ്ടത് മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞാൽ കണ്ടിട്ടേ എടുക്കാവൂ. അത് അള്ളാന്റെ തീരുമാനം. എന്നാൽ നിങ്ങൾ സ്വല്ലൂ ലിറുഇയക്കും എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ നിസ്കരിക്കാൻ മാസപ്പിറവി നോക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓരോ നിസ്കാരത്തിന് മാസപ്പിറവി നോക്കണ്ട. പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നോക്കേണ്ടിയിരുന്നു. ഇത് അള്ളാന്റെ കൽപ്പനയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഭൂമിയിലെ മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആകാശത്തുള്ള പടച്ചോനാണ്. ഈ ബോധമുള്ള ഒരാൾ അള്ളാഹു വിനീതനായി അള്ളാന്റെ കൽപ്പന അംഗീകരിക്കും. ഭൂമിയിലുള്ള നമ്മളല്ല, ആകാശത്തുള്ളവൻ നിശ്ചയിക്കുന്ന ആഘോഷം എന്നാകണം തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് നമുക്കപ്പോ പെരുന്നാളാകണം, നോമ്പാകണം, അറഫയാകണം, മുഹറം ആകണം, ആശൂറ ആകണം, താസു ആകണം എന്നുള്ളത് അള്ളാഹ് തീരുമാനിക്കും. അല്ലാഹു തആല അള്ളാഹുവിന്റെ പൊന്നമ്പിളിയെ പ്രത്യക്ഷപ്പെടുത്തി തന്നാൽ അത് നമുക്കുള്ള തീരുമാനമാണ് എന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത്, അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഓരോ വിശ്വസി അറഫ എന്ന് പറഞ്ഞാൽ തന്നെ അതിലർത്ഥം തിരിച്ചറിവ് എന്നാണ്. അറഫാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് കാണാൻ. തിരിച്ചറിവുകൾ. അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ രാവിലെ മുതൽ മഗ്രിബ് നമസ്കാരം വരെ ഒരാൾ കഅബാലയത്തിങ്കലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥിച്ചാലും മതി വരാത്ത ഒരു ദിവസമാണ് അറഫ എന്ന് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും വിശിഷ്ടമായ പകലുകളിൽ ഒന്നാണ് അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അറഫ ദിനത്തിൽ ഹാജി അങ്ങേയറ്റം വികാരത്തോടുകൂടി പടച്ച തമ്പുരാനോട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വെറുതെ ഇരിക്കുക, പ്രാർത്ഥനയെ പണിയുള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാൽ പോലും അവിടെ ചെന്നുകൊണ്ട് വിശ്വാസികൾ നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദമല്ല. മിനയിൽ 4 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദമില്ല. അത് അള്ളാന്റെ തീരുമാനമാകും. ഒരു പണിയില്ലല്ലോ പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ ആളുകളെ 4 റക്അത്ത് പൂർണ്ണമായി നമസ്കരിപ്പിക്കുന്ന അമീറുമാരുണ്ട്, ബിദ്അഈകളായ അമീറുമാർ. പരിശുദ്ധമായ ഗേഹത്തിൽ കഅബാലയം എന്ന് പറയുന്നത് നമുക്കറിയാം, തൗഹീദിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആ ഗേഹത്തിങ്കിൽ പോയിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അദ്ദാദുകളും റാത്തീബുകളും ഇലാ ഹദറത്തി ദുആകളും മിനയിലെ ടെന്റുകളിൽ വെച്ച് നടത്തുന്ന ആളുകളുണ്ട്. ദുൽഹജ്ജ് 10 മുമ്പ് തന്നെ അറിവ് തീർക്കുന്ന അമീർമാരും ഗ്രൂപ്പുകളും കാണാൻ കഴിയും. അറഫയിൽ മഗ്രിബ് നമസ്കാരം വരെ ഒരു വിശ്വാസി പടച്ചവനോട് പ്രാർത്ഥിച്ചു നിൽക്കുക. മഗ്രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. അറഫയിൽ നിന്ന് മഗ്രിബ് നിസ്കരിക്കാൻ പറ്റൂല. അതെന്താ നിസ്കരിച്ചാല് എന്ന ചോദ്യത്തിനോട് പ്രസക്തി ഇല്ല. പിന്നെ തൊട്ടപ്പുറത്തൊക്കെ ഏതാനും കിലോമീറ്റർ അകലെയുള്ള മുസ്ദലിഫയിലേക്ക് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സൗകര്യമില്ലാത്ത ഒരു പറമ്പാണ് മുസ്ദലിഫ. ചെന്നോൽക്കറിയാം. ഒരു ടെന്റുമില്ല, മേൽക്കൂരയില്ല. പഴകിയ പൊടി പിടിച്ച കുറെ കാർപ്പറ്റുകളോ പായകളോ കിട്ടിയാലായി. അർദ്ധരാത്രിയൊക്കെ മുസ്ദലിഫയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുസ്ദലിഫയിൽ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ശരിക്കും നാളെ ഖിയാമത്ത് നാളിൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കാനിരിക്കുന്ന ഒരുമിച്ച് കൂടപ്പെടുന്ന അറഫ മഹ്ശറയെ യഥാർത്ഥത്തിൽ ഇങ്ങനെ കാണാം.
ലക്ഷക്കണക്കിന് മനുഷ്യർ വെള്ള വസ്ത്രത്തിൽ പൊതിയപ്പെട്ടിങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മഹ്ശറയിൽ മയ്യിത്തുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടതുപോലെ തോന്നിപ്പോകും. അങ്ങേയറ്റം ജീവിതത്തോട് വിരക്തി തോന്നുകയും മരണാനന്തര ജീവിതത്തിന്റെ അർത്ഥം ശരിയായ വിധത്തിൽ തിരിച്ചറിയുകയും ചെയ്യുന്ന ഒന്നാണ് മുസ്ദലിഫ. അറഫയിൽ നിന്ന് കിട്ടാത്ത തിരിച്ചറിവ് മുസ്ദലിഫയിൽ നിന്ന് കിട്ടും. മുസ്ദലിഫയിൽ നിന്നാണ് ഇശാഹ് മഗ്രിബ് നിസ്കരിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവിടെ നിന്ന് കല്ലുകൾ പെറുക്കിക്കൊണ്ട് വീണ്ടും പുറപ്പെട്ട മിനയിലേക്ക് തന്നെ പോകണം. അങ്ങനെ മിനയിലെ ജംറകളിൽ കല്ലെറിയുകയാണ്. കടലമണി പോലെയുള്ള കല്ലുകൾ കൊണ്ട് എറിയുമ്പോൾ ഓരോ വിശ്വാസിയും തന്റെ കൽവിനകത്തുള്ള മ്ലേച്ഛമായ സകല തിന്മകളെയും പറിച്ചുകൊണ്ട് പൈശാചികമായ തിന്മകളെ എന്നേക്കുമായി ഞാൻ വലിച്ചെറിയുന്നു എന്നുള്ളതാണ് ആ ജംറയിലെ ഏറുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പിശാചിനെ എറിഞ്ഞു വിരട്ടി ഓടിക്കലൊന്നുമല്ല. വിശ്വാസികൾ തിന്മയെ എറിഞ്ഞോടിക്കുന്നത്, തിന്മ തന്നിൽ നിന്ന് പറിച്ചറിയുന്നത് കണ്ട് പിശാച് വേറെ പിടിച്ചു ഓടും എന്നുള്ളതല്ല, നമ്മൾ ഏറുകൊണ്ടിട്ട് ഓടുന്നതല്ല. അത് ഇത്തരത്തിലുള്ള യുക്തിക്കൊന്നും സ്ഥാനമില്ല. അവിടെ ജംറയിൽ കല്ലെറിയുന്നു, വീണ്ടും 6 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു വരുന്നു. അവിടെ തവാഫ് ചെയ്യുന്നു, 7 തവാഫ്. അത് കഴിഞ്ഞാൽ 7 സഅയ്, പിന്നെ തലമുണ്ടനം ചെയ്യണം, അന്ന് തന്നെ ബലിയെടുക്കണം, വീണ്ടും 6 കിലോമീറ്റർ പുറത്തുള്ള മിനയിലേക്ക് എത്തണം. ഇതൊക്കെ ദുൽഹജ്ജ് 10 നിർവഹിക്കണം. അങ്ങനെ അവസാനം മിനയിലെ ടെന്റിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഹാജി തളർന്നു പോയിട്ടുണ്ടാവും. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ നമ്മളെ വട്ടം കറക്കുന്നത്? ഇത് ചില പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ ദീനിനു വേണ്ടി ജീവിച്ചത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഇറാഖിൽ ജനിക്കുന്നു. അദ്ദേഹം പിതാവിനോടൊപ്പം ജീവിച്ച് ഒരു പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ട് തൗഹീദ് പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു. കുഞ്ഞിനെയും കൂട്ടി മക്കത്തേക്ക് പോകാൻ പറയുന്നു. ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കയിലെത്തി കാല് കുത്തിയപ്പോഴേക്കും നിക്ക് വിട്ടോ, ഒരുവടന്നോട്ടെ പോഹാൻ പറഞ്ഞു. പോകാൻ പറയുന്നത് എങ്ങോട്ടാ? പലസ്തീനിലേക്കാ. ആയിരക്കണക്കിന് കിലോമീറ്ററുള്ള പലസ്തീനിലേക്ക് പോവുകയാണ്. അവിടെ ദഅവത്ത് ചെയ്യാൻ, വീണ്ടും ഇറാഖിലേക്ക് പോകാൻ. ഇങ്ങനെ ഇറാഖിലും പലസ്തീനിലും മക്കയിലുമായിട്ട് കറങ്ങിത്തിരിഞ്ഞ് ദഅവത്ത് നടത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു പലതരത്തിലുള്ള കൽപ്പനകൾ കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിക്കുകയുണ്ടായി. ഒന്നിലും പരാജയപ്പെട്ടില്ല, ഒന്നിലും തളർന്നു പോയില്ല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പനക്ക് മുന്നിൽ വിനീതനായി റബ്ബിൽ ആലമീനായ അല്ലാഹുവിതാ ഞാൻ കീഴൊതുങ്ങിയിരിക്കുന്നു, അവന്റെ കൽപ്പന ഇതാ ഞാൻ സർവാത്മന അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് നമ്മുടെ ആദർശ പിതാവ്. ആ ആദർശ പിതാവിന്റെ ജീവിതത്തെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ. അള്ള കറങ്ങേണ്ടോർത്തുനിന്ന് കറങ്ങുക, അള്ള കിടക്കാൻ പറഞ്ഞോർത്ത് കിടക്കുക, അള്ള ഉറങ്ങാൻ പറഞ്ഞോർത്തുനിന്ന് ഉറങ്ങുക, അള്ള തിരിയാൻ പറഞ്ഞോർത്തുനിന്ന് തിരിയുക, അള്ള ഓടാൻ പറഞ്ഞോർത്തുനിന്ന് ഓടുക, അള്ള നടക്കാൻ പറഞ്ഞോർത്തുനിന്ന് നടക്കുക, അള്ള എറിയാൻ പറഞ്ഞോർത്ത് എറിയുക. അല്ലാഹു തആല നമ്മുടെ സൗന്ദര്യമായി നമ്മൾ കൊണ്ടു നടക്കുന്ന തലമുടിയെ നീക്കം ചെയ്യാൻ പറഞ്ഞാൽ അതും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മളെ ജീവിതത്തെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒരു കളങ്കമില്ലാത്ത മനസ്സോടുകൂടി പരിശുദ്ധ ഹറമിൽ ഹജ്ജ് നിർവഹിക്കുന്ന ഒരു മനുഷ്യന് എന്താണ് അതുകൊണ്ടുള്ള ഗുണം? തന്റെ ഉമ്മയിൽ നിന്ന് താൻ പിറവി കൊണ്ട ആ പരിശുദ്ധിയോടുകൂടിയാണ് ഒരു ഹാജി. അക്രമങ്ങളോ ഹജ്ജിന് നിരക്കാത്ത ഒന്നും അയാളിൽ നിന്നുണ്ടായിട്ടില്ല എങ്കിൽ ആ ഒരു ശിശുവിന്റെ ഒരു ചെറിയ ശിശുവിന്റെ നവജാത ശിശുവിന്റെ പരിശുദ്ധിയോടുകൂടി അയാൾ തിരിച്ചു വരുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു പരിശുദ്ധിയോടുകൂടി ഹജ്ജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ നമുക്കിടയിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ടവർക്കും അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്കും അല്ലാഹു അതിനുള്ള ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله
والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا ഉസീക്കും വഇയ്യായ സാനിയം ബിത്തഖ്വ അല്ലാഹ്. വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ച് തഖ്വയോടെ ജീവിക്കണേ എന്ന് ഏവരെയും വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഹജ്ജും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈദുൽ അദ്ഹയുമൊക്കെ വലിയ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി നമ്മൾ ഓരോരുത്തരെ കാത്തിരിക്കുകയാണ്. അറഫാ നോമ്പിൻ്റെ സവിശേഷത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഓരോരുത്തരെയും അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുൽഹജ്ജ് 9-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിച്ചതായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിന് അറഫയിലെ ഹജ്ജുമായിട്ടുള്ള ഐക്യദാർഢ്യത്തെ അതുമായി കൂട്ടിപ്പെടും കിട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലെ വഴിയും നമുക്ക് കാണാൻ കഴിയില്ല. അറഫാ ദിനം നമ്മുടെ നാട്ടിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് അത് നിർവഹിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് ഹജ്ജും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈദുൽ അദ്ഹയുമൊക്കെ എന്ന് നമ്മൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു ചിന്തയും ചിത്രവും എന്താണ്? ഇന്നലെ ഞാൻ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികളോട് ചോദിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു, ഇബ്രാഹിം നബിയെ കുറിച്ച് അറിയാവുന്നവർക്ക് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇബ്രാഹിം നബി ഒരു അമ്പലത്തിൽ ക്ഷേത്രത്തിൽ കയറി വിഗ്രഹത്തെ തച്ചൊളിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനകത്ത് സ്ഥാനം പിടിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥ, ഒരു ചരിത്ര സംഭവം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ എടുത്തു ചാട്ടക്കാരനായിട്ടുള്ള, പരിക്കൻ സമീപനക്കാരനായിട്ടുള്ള, വെട്ടൊന്നു തുണ്ടം രണ്ട് എന്നുള്ള സമീപനം ദഅവത്ത് രംഗത്ത് സ്വീകരിച്ചിരുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. ഇതാരാണ് ഇങ്ങനെ ഒരു ധാരണ ഇബ്രാഹിം നബിയെ പറ്റി നമുക്ക് നൽകിയത്? വിശുദ്ധ ഖുർആനിൽ എവിടെയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ച് ഒരുപാട് സവിശേഷതകൾ പറയുന്നിടത്ത് ഒന്നും ഷദീദ് ഖവി എന്നൊരു പ്രയോഗം തന്നെയില്ല. ഇതാണ് സ്ട്രോങ്ങിനും ശക്തിക്കും ആയിട്ട് പൊതുവെ അറബിയിൽ പ്രയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രയോഗം തന്നെയില്ല. മറിച്ച് അദ്ദേഹം അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു എന്ന് പറയുന്നത് കാണാം രണ്ടിടങ്ങളിൽ. അഥവാ കുറെ വ്യക്തികൾ അടങ്ങുന്നതാണ് പ്രസ്ഥാനങ്ങൾ, ആൾക്കൂട്ടങ്ങൾ, സമൂഹങ്ങൾ. ഒരു സമൂഹം ചേർന്ന് നിർവഹിക്കേണ്ട ദൗത്യം ഒറ്റക്ക് നിർവഹിച്ച് ഒരു സമൂഹം ഒന്നടങ്കം അനുഭവിക്കുകയും നേരിടേണ്ടി വരികയും ചെയ്യുന്ന തിക്താനുഭവങ്ങളെ ഒറ്റക്ക് അനുഭവിച്ചത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഒരു വ്യക്തിക്ക് ഉമ്മത്ത് എന്ന് നാമനിർദ്ദേശം നൽകി. അവ്വാഹ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു അള്ളാഹു നൽകിയിട്ടുള്ള മറ്റൊരു സവിശേഷ നാമം. അവ്വാഹ് എന്ന് പറഞ്ഞാൽ എളിമയുള്ള, ആർദ്രതയുള്ള. അവ്വാഹുൻ മുനീബ്, പടച്ചോനോട് അത്രമാത്രം ഭയഭക്തിയും എളിമയും വിനയവുമുള്ള, ആർദ്രതയുള്ള, മനസ്സലിവുള്ള ആളെന്നാണ്. പിന്നെ എങ്ങനെയാണ് ഇബ്രാഹിം നബി ഒരു വിഗ്രഹഭത്സകനായി, വിഗ്രഹധ്വംസകനായി സമൂഹത്തിൽ അറിയപ്പെട്ടത്? അത് നമ്മുടെയൊക്കെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചതിൽ ആർക്കൊക്കെയോ പങ്കുണ്ട് എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ അലിവിനെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. തന്റെ സഹോദരന പുത്രനായിരുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സമകാലികനായിട്ട് ഉണ്ടായിരുന്നത്. ലൂത്ത് നബിയുടെ ജനതയുടെ ദുസ്വഭാവം നമുക്കറിയാം. ആ ദുസ്വഭാവത്തിൽ പ്രബോധനം നടത്തിയിട്ട് യാതൊരു മാറ്റവും വരാത്ത അവസ്ഥയിൽ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നുകൊണ്ട് തന്റെ പ്രായമായ ഭാര്യക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും മലക്കുകളെ കണ്ടതിൽ പേടി മാറുകയും ചെയ്ത് സന്തോഷ വാർത്ത കിട്ടിയ സമയത്ത് മലക്കുകളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് നബിയുടെ നശിപ്പിക്കപ്പെടാൻ പോകുന്ന ആ ജനങ്ങൾക്ക് വേണ്ടി മലക്കുകളോട് തർക്കിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ പടച്ച തമ്പുരാൻ നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു ജനതയെ എന്തിനാ നശിപ്പിക്കുന്നത്? വെറുതെ വിട്ടുകൂടെ എന്ന് ഒരു ജനതയോട് അലിവ് കാണിക്കാൻ മാത്രം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്രമാത്രം ആർദ്രതയുള്ള ആളായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തെ ഒരു പരുഷ സ്വഭാവിക്കാരനായി നമ്മൾ മനസ്സിലാക്കി തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ഖുർആൻ അധിക പ്രാർത്ഥനകളും
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളിൽ മുഴുവൻ നമുക്ക് കാണാൻ കഴിയുന്നത് വമിൻ ദുർരിയത്തി എന്ന്, ഇന്റെ മക്കൾക്ക്, ഇന്റെ തലമുറക്ക്, ഒരു നാടിന് വേണ്ടി, മക്ക രാജ്യത്തിന് വേണ്ടി, അവിടേക്ക് കടന്നു വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറക്ക് വേണ്ടി, ഭാവിയിൽ ഉയർക്കൊള്ളുന്ന ജനങ്ങൾക്കിടയിൽ, അവർക്കിടയിൽ നിന്ന് ഒരു പ്രവാചകൻ അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിയോഗിക്കണമെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പിന്നീട് പറഞ്ഞു, അനാ ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിമിന്റെ പ്രാർത്ഥനയാണ് ഞാൻ എന്നാണ്. അഥവാ നമുക്ക് മുത്തുനബിയെ കിട്ടിയത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. അത്രമാത്രം ഒരു ജനതയുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തെ അനുസ്മരിക്കുന്നതാണ് ഹജ്ജ്, അതുപോലെ തന്നെ പെരുന്നാളും. ആ പെരുന്നാളിന്റെ ഏറ്റവും സവിശേഷമായ കർമ്മം എന്ന് പറയുന്നത് നമുക്കറിയാം ഉദ്ഹിയത്താണ്. ഈ ഉദ്ഹിയത്തിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി നമ്മളൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും അവനവനോട് ചോദിക്കേണ്ടതാണ്. നമ്മുടെ സാമ്പത്തികമായ അവസ്ഥയും സ്റ്റാറ്റസും വരുമാനമൊക്കെ നമുക്കും പിന്നെ അള്ളാഹ്ക്കും അറിയാം. അതുകൊണ്ട് 25,000 ശമ്പളം കിട്ടുന്നവനും 1,00,000 ശമ്പളം കിട്ടുന്നവനും കേവലം ഒരു ഷെയറിൽ ഒതുങ്ങുന്നുണ്ട് എങ്കിൽ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നഗരങ്ങളിലൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിൽ ഷെയറാണ് കൊടുക്കുക. അത് ഇത്ര സക്കാത്തിന്റെ ഓഹരി കൊടുക്കുന്നത് പോലെ വൈകാരികമായ അതിന്റെ തഖ്വയുമായി ബന്ധമില്ലാത്ത തലത്തിൽ നമ്മളെ മക്കൾക്ക് വേണ്ടി, മക്കളെ കെട്ടിക്കാൻ 2-3 കിൻഡൽ ഇറച്ചി വെച്ചിട്ട് കല്യാണം വിവാഹവും സൽക്കാരവും നടത്തുക. എന്നാൽ ഇക്കൊല്ലം ഒരു നിക്കാഹ് നടത്തി, അതിന് 2 കിൻഡലിന്റെ കോഴി ഇറച്ചി അറുത്തു കൊടുത്തു. അടുത്ത കൊല്ലം ഒട്ടിക്കൊണ്ടുപോകുന്നതിന് വേറെ നടത്തുന്നു. അത് കഴിഞ്ഞാലുള്ള സൽക്കാരങ്ങൾക്ക് വീണ്ടും കിലോ കണക്കിന് ഇറച്ചി കഴിക്കുന്ന, വെച്ചു വിളമ്പി കൊടുക്കുന്ന ആളിന് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയനായിക്കൊണ്ട് ഒരുവിനെ അറുത്തു കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ വലിയ ബേജാറും പിശുക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ സഅതൻ, ഒരാൾ കഴിവുണ്ടായിട്ടും അയാൾ വലം യുദഹി, ഉദ്ഹിയത്ത് അറുക്കുന്നില്ലെങ്കിൽ വല യഖറബന്ന മുസല്ലന, ഓനെ ഈദ്ഗാഹിലേക്ക് വന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ അവന് അർഹതയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പത്രാസിന്റെ പെരുന്നാൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ ത്യാഗത്തിന്റെ ഒരു പെരുന്നാളാണ് യഥാർത്ഥ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ ത്യാഗത്തിന്റെ ഹജ്ജും പെരുന്നാളിന്റെയും ആത്മാവിനെ ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ എല്ലാ ബർക്കത്തും നിഅമത്തും അല്ലാഹു നമ്മൾ ഓരോരുത്തരിലും വർഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹറമിൽ ചെന്നുകൊണ്ട് മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ നമുക്കിടയിലും അതിനുവേണ്ടി യാത്ര ചെയ്തു പോയവർക്കും അല്ലാഹു അതിനുള്ള ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിവില്ലായ്മ കൊണ്ടും സാഹചര്യങ്ങൾ സമ്മർദ്ദങ്ങൾ കൊണ്ടും ആൾക്കൂട്ടത്തിൽ വെച്ചും തനിച്ചിരുന്നും ഇരുട്ടത്തും വെളിച്ചത്തും ഒരുപാട് തിന്മകൾ, തെറ്റുകൾ, ഹറാമുകൾ ചെയ്തു പോയവരാണ് ഞാനും നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റുകളെല്ലാം തിരുത്തുവാനും അതിൽ നിന്നൊക്കെ പിന്മാറുവാനുമുള്ള സന്മനസ്, തഖ്വ അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും ആദ്യം തന്നെ അതിനോട് നോ പറയാനും വിട്ടുനിൽക്കുവാനുമുള്ള ഇച്ഛാശക്തി അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി മുവഹിദായി ജീവിച്ചതിന്റെ പേരിൽ ലോകത്തെ മുസ്ലിമീങ്ങൾ വേട്ടയാടപ്പെടുകയും ഒരുപാട് പീഡനത്തിന് ഇരയാവുകയും ചെയ്യുന്നു. പലസ്തീൻ പോലെയുള്ള രാജ്യങ്ങൾ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതികൂല സാഹചര്യം വന്നാലും അല്ലാഹുവിന്റെ കലിമത്ത് തൗഹീദ് അനുസരിച്ച് ജീവിക്കുകയും അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമ്മളിൽ ഓരോരുത്തരിലും കടാക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമായി ജീവിച്ചതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏത് പ്രയാസങ്ങളെയും അതിനെയൊക്കെ ക്ഷമയോടെ, സഹനത്തോടുകൂടി, ഈമാനോടുകൂടി അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഈമാനികമായ ഉൾക്കരുത്ത് അല്ലാഹു ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അല്ലാഹു തആല നീതിബോധവും സമത്വബോധവും സന്മനസ്സും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
നമുക്കറിയാം, വിദേശത്ത് ഒരു തീപിടുത്തത്തിൽ ധാരാളം ആളുകൾ, മലയാളികൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ, ഇന്ത്യക്കാരാണ് ഭൂരിഭാഗം ആളുകളും, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സ്വാതന്ത്ര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് പ്രാർത്ഥിക്കുവാൻ ധാരാളം ആളുകൾ വസിയത്ത് ചെയ്യുന്നു. എല്ലാവരുടെയും നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതാന്ത്യം വരെയും അവരുടെ ജീവിതാന്ത്യം വരെയും അവരെ തിരിച്ചു സ്നേഹിക്കാനും പരിപാലിക്കാനും പരിചരിക്കുവാനുമുള്ള ആയുരാരോഗ്യം സമ്പത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا دعاءنا وصيامنا وصلاتنا وزكاتنا وصالح أعمال كلنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.